ഇറാനകത്തുള്ള ഇമാം ഹുസൈൻ മിസൈൽ സിറ്റി, അതാണ് ഇറാനകത്തുള്ള ലോങ് റേഞ്ച് മിസൈലുകൾ, അതായത് ദീർഘദൂര മിസൈലുകൾ പൂർണ്ണമായും നിർമ്മിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ മിസൈൽ സിറ്റിയിലാണ്. ഇതിനകത്തേക്ക് ഇസ്രായേലും US-ഉം സംയുക്തമായി നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത കൂടി പറയേണ്ടതുണ്ട്. മാർച്ച് 1-ാം തീയതി, 6-ാം തീയതി, 17-ാം തീയതി, 19-ാം തീയതി, 20-ാം തീയതി, 22-ാം തീയതി ഇത്രയും ദിവസങ്ങളിൽ B-52 ബോംബറുകൾ നിരവധി തവണ ഇവിടെ ബോംബ് ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിന്റെ കവാടങ്ങൾ തകർക്കുകയും ചെയ്തു. പക്ഷേ 50 നിലകളോളം ഭൂമിക്ക് താഴേക്കാണ് ഈ മിസൈൽ സിറ്റി നിലകൊള്ളുന്നത്. ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പോറൽ ഉൾവശത്തേക്ക് ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഇസ്രായേലിനകത്തേക്ക് മിസൈൽ വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവുക ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി യഹൂദ് ബറാക്കിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ എന്താണോ ഇറാഖിലും അഫ്ഗാനിലും മുമ്പ് US അനുഭവിച്ച് സമാനമായ സ്ഥിതിവിശേഷം ഇസ്രായേൽ അനുഭവിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇനിയൊരു ആഴ്ചകളോളം യുദ്ധം നീണ്ടാലും പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള വിധം ഇറാന്റെ മിസൈൽ സിറ്റികൾ ഇപ്പോഴും സുരക്ഷിതമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇസ്രായേലിനും ഒരു പക്ഷേ അവർ പുറത്തു പറയില്ലെങ്കിലും വലിയ പ്രയാസം നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് നെതന്യാഹു ഇന്നലെ ട്രംപ് പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു യുദ്ധവിരാമ ചർച്ചകളിലേക്ക് പോകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള നിഗമനങ്ങളും വരുന്നത് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇസ്രായേലും US-ഉം നന്നേ പണിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ചർച്ചയുടെ മേശയിലേക്ക് എത്തിക്കാൻ, ഇറാനെ കൂടി എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ US-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തുടങ്ങിയ വിലയിരുത്തലുകൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്നുണ്ട്.